അക്യൂട്ട് മൗണ്ടൻ സിക്നസ്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലേക്ക്, അതായത് നല്ല പൊക്കമുള്ള സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഹയർ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നതും എയർ പ്രഷർ കുറയുന്നതിൻ്റെയും ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് സിംറ്റംസിനെയാണ് അക്യൂട്ട് മൗണ്ടൻ സിക്നസ് എന്ന് പറയുന്നത്. സഡൻ ആയിട്ട് ഹൈറ്റ് കൂടുമ്പോഴോ എയർ ട്രാവൽ ചെയ്യുമ്പോഴോ സ്കൈ ഡൈവിംഗ് ചെയ്യുമ്പോഴോ മൗണ്ടെയിൻ നല്ല പൊക്കമുള്ള മൗണ്ടെയിൻ ഹൈക്ക് ചെയ്ത് പോകുമ്പോഴോ ഓൾറെഡി ലങ് ഡിസീസ് ഉള്ള പേഷ്യൻസിനോ കാർഡിയാക് ഡിസീസ് ഉള്ള പേഷ്യൻസിനും അനീമിക് ആയിട്ടുള്ള പേഷ്യൻസിനും ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് സിംറ്റംസ് ആണ്. ഇത് മൈൽഡായിട്ടും അതുപോലെ തന്നെ സിവിയർ ലൈഫ് ത്രെട്ടൻഡ് ആയിട്ടും വരാറുണ്ട്. മൈൽഡ് സിംറ്റംസ് ആയിട്ട് ഹെഡേക്ക് ഉണ്ടാവാം, ഇറിറ്റബിലിറ്റി ഉണ്ടാവാം, ഡിസിനസ് വരാം, ഇൻസോംനിയ ഉണ്ടാവാം, നോസിയ വൊമിറ്റിംഗ് ഉണ്ടാവാം. ഇതൊക്കെ മൈൽഡ് സിംറ്റം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ചെസ്റ്റ് ഹെവിനെസ്സും ബ്രീത്തിങ് പ്രോബ്ലവും സൈനോസിസും മേജർ സിവിയർ സിംറ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. യൂഷ്വലി പെട്ടെന്നുള്ള ഹൈറ്റ് കൂടുന്നത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ സഡൻ ആയിട്ട് പേഷ്യൻറ്റിന് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഓൾട്ടിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക പേഷ്യൻസിനെ. അതുപോലെ തന്നെ സെറിബ്രൽ എഡിമ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീറോയിഡ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അക്യൂട്ട് മൗണ്ടൻ സിക്നസിൻ്റെ അല്ലെങ്കിൽ അക്യൂട്ട് മൗണ്ടൻ സിൻഡ്രോമിൻ്റെ മാനേജ്മെൻറ്റ്.